ഹലോ ഗൈസ്, അപ്പോൾ ദേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞു സംരംഭമാണ് കേട്ടോ. ദേ കട കലാകാരൻ്റെ കുലുക്കി സർബത്ത് എന്നാണ് കേട്ടോ പേര്. നമ്മൾ ബസ് സ്റ്റോപ്പിൽ ബസ് കയറാനായിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേന് ഈ കടയിൽ നിന്നൊരു സർബത്ത് കുടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല. അപ്പോൾ ദേ നമ്മുടെ ജമീലാമാനെയും കൂട്ടിയാണ് ഇത്തവണ വന്നത്. അപ്പം നമ്മൾ എന്താണേലും ടൗണിന് പോകാനൊക്കെ ആയിട്ട് വന്നതല്ലേ. അപ്പം അന്നേരം ജമീലാമ്മക്ക് ഒരു സർബത്ത് അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. സർബത്ത് എന്താ സംഭവം ഒന്നും ജമീലാമ്മക്ക് അറിയില്ല. ജമീലാമ്മ അത് കുടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് വെച്ചതെന്നൊക്കെ എന്നോട് ചോദിച്ചെങ്കിൽ ഞാൻ കഴിച്ച് നോക്കാം, അപ്പോൾ അറിയാലോ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ആണെന്നങ്ങ് ഞാനും പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ ജമീലാമ്മ അങ്ങനെ സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇതേ റെഡി ആയിട്ട് നിൽപ്പുണ്ട് ഗൈസ്. നമുക്ക് പരിചയമുള്ളൊരു കടയായിരുന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിലും അമ്മായാണെങ്കിലും ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽപ്പുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ തന്നെ കേൾക്കാം. സ്പെഷ്യലുള്ളത് കുടംകലക്കുണ്ട്, സിംഗപ്പൂർ സർബത്തുണ്ട്, ഞെട്ടിക്കൽ സർബത്തുണ്ട്, കുലുക്കി സർബത്തുണ്ട്, സ്പെഷ്യൽ നാരങ്ങ വെള്ളമുണ്ട്, സാധാ നാരങ്ങ വെള്ളമുണ്ട്. അന്ന് ഞെട്ടിക്കൽ സർബത്ത് എടുത്താലോ, അതിന്റെ സ്പെഷ്യൽ തന്നെയാ. ഞെട്ടിക്കൽ സർബത്ത് ഒരു വെറൈറ്റി വെച്ചാൽ നമ്മൾ സാധാരണ ഞെട്ടിക്കൽ ബിരിയാണി പോലെ ഞെട്ടുന്നുള്ളൂ ഉള്ളൂല്ലേ. അന്ന് അത് കൊടുത്തേക്കട്ടോ ജമീലാമാക്ക്, അത് മതി. അപ്പോൾ ആണെങ്കിലും ആ ഇക്ക വളരെ പെട്ടെന്ന് തന്നെ ദേ നമുക്കുള്ള സർബത്തൊക്കെ ആണെങ്കിലും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടയുടെ പേര് തന്നെ കാണുമ്പോൾ ഒരു അടിപൊളി വൈബാണ് കേട്ടോ. കലാകാരൻ്റെ കുലുക്കി സർബത്ത് എന്നാണ് കടയുടെ പേര്. അവിടെ പലതരം സർബത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാണുന്ന ഞെട്ടിക്കൽ സർബത്ത്, അങ്ങനെ പല സർബത്തുകളുടെ പേരൊക്കെ ആ ഫ്ലെക്സിൽ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കായാണെങ്കിൽ സർബത്ത് എടുക്കുന്ന പരിപാടിയിലായിരുന്നു. അപ്പോൾ ഈ കട വരുന്നത് നമ്മുടെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള കുമ്മങ്കല്ല് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് കേട്ടോ. ഒരു വഴിയോര കച്ചവടം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു അടിപൊളി പ്രസ്ഥാനമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം പുള്ളി നല്ലൊരു കഴിവുള്ള ഒരു കലാകാരനും കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ കടയ്ക്ക് കലാകാരൻ്റെ കട എന്നൊരു പേരും കൂടെ വന്നത് കേട്ടോ. കാരണം ഇദ്ദേഹം ആണെങ്കിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ് കേട്ടോ. കോമഡി ഉത്സവം, കോമഡി മാസ്റ്റേഴ്സ് എന്നീ പ്രോഗ്രാമുകളിലൊക്കെ ഇദ്ദേഹം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ വളരെ നിസ്സാരമായിട്ടുള്ള പൈസയുള്ളൂ കേട്ടോ ഇവിടെ നിന്നാണെങ്കിലും സർബത്തൊക്കെ കുടിക്കാനായിട്ട്. അപ്പോൾ അതേ ജമീലാമ്മക്ക് നമ്മുടെ ഞെട്ടിക്കൽ സർബത്ത് കൊടുക്കുക കേട്ടോ. കുടിച്ചു അതെയോ, അതാണ് ഞെട്ടിക്കൽ സർബത്ത്. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ജമീലാമ്മ സർബത്തൊക്കെ കുടിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെയാണ് പറയണത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമ്മുടെ അമ്പുടുക്കുഞ്ഞിന് ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി കൊടുക്കുമെന്ന് പറഞ്ഞു. അതേ അമ്പുടുക്കുഞ്ഞും അങ്ങനെ ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അമ്പുടുക്കുഞ്ഞും അങ്ങനെ സർബത്തൊക്കെ ടേസ്റ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എന്താണെങ്കിലും നമ്മളിവിടെ വരെ വന്നതല്ലേ, ഇനി ഞാനായിട്ട് എന്തിനാ കുറയ്ക്കണേന്ന് വിചാരിച്ച് ഞാനൊരു സർബത്ത് വാങ്ങി കുടിച്ചു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സാധാരണ കടകളിൽ നിന്നെല്ലാം കുടിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊള്ളി ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ പൂമാല തൊടുപുഴ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവർ നമ്മുടെ കുമ്മങ്കല്ല് പരിസരത്തുള്ള ഈ ചെറിയ കടയിൽ കയറി സർബത്തൊക്കെ കുടിക്കാൻ മറക്കണ്ട കേട്ടോ. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ കച്ചവടക്കാരനെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.